ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ 14-ാം ദിവസത്തെ വായന നാരായണ ഗുരുസ്വാമികൾ നമുക്ക് അരുളി ചെയ്ത ആത്മോപദേശ ശതക മാസാചരണ പാരായണത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 13 ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് മനുഷ്യൻ എപ്രകാരത്തിലൊക്കെ ആന്തരപരിവർത്തനം വരുത്തണം, അങ്ങനെ വരുത്തിയാൽ എന്താ ഗുണം? ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സുഖം ഭവിച്ചിടുന്നു. പലതരം അസുഖങ്ങളല്ലേ മനുഷ്യന്. മനസ്സിന് അസുഖം, ഹൃദയത്തിന് അസുഖം, ആത്മാവിന് അസുഖം, ശരീരത്തിന് അസുഖം. ഈ മാതിരി അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ എന്താണ് മരുന്ന്? ആ മരുന്ന് ദാ പറയണു, ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്നു സാധാരണ ഇവ രണ്ടു മൊഴിഞ്ഞൊരന്യരൂപം, നിലവിലുമില്ലതു നിദ്രയിങ്കലും മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. മനുഷ്യൻ്റെ ഉറക്കത്തിലും സ്വപ്നത്തിൽ പോലും സാധാരണമായിരിക്കേണ്ട ഒരു സത്യസ്വരൂപമുണ്ടേ, അതില്ല, അത്രയേ ഉള്ളൂ. അരവടാകൃതി പോലഹന്ത രണ്ടായറിവിലും അങ്കിയിലും കടക്കയാലേ ഒരു കുറി ആര്യയിതിങ്ങനാരിയാകുന്നൊരു കുറി എന്നു ഉണരേണമുഖശാലി. ആര്യ അനാര്യ ബോധം, ശ്രേഷ്ഠം ശ്രേഷ്ഠമല്ലാത്ത ബോധം, ഇതെന്താണ് എന്ന് മനസ്സിലാക്കണം. അതിലെ ശ്രേഷ്ഠ ബോധത്തിലേക്ക് പോകണം. എങ്ങനെ പോകണം? ശ്രുതി മുതലാം തുരക തൊടുന്നൊരാത്മപ്രതിമയഴും കരണപ്രവീണനാളും രതിരഥമേറിയ അഹന്ത രതിരഥമേറി വരികയാണ്. രമ്യരൂപം പ്രതി പുറമേ പെരുമാറിയിടുന്നതജസ്രം. അതുകൊണ്ട് ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാ ആ അന്ധക്കരണ കളേബരമെന്നിതൊക്കെയായി വിരിയുമതിന്നു വിരാമമെങ്ങ് വേറാമറിവ് അവനെന്നറിവോളമോർത്തിടേണം. അറിവിനെക്കുറിച്ച് നാം സ്ഥിരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അറിവല്ല അറിവ് എന്നും, പ്രജ്ഞയിലെ അറിവിലേക്കുള്ള യാത്രയാണ് വേണ്ടത് എന്നും ഗുരു മൊഴിയുന്നു. എന്നിട്ട് അവസാനം പറഞ്ഞു, 71-ാം ഗണതി പറഞ്ഞു, സവനമൊഴിഞ്ഞു സമത്വമാർന്നു. സമത്വം, ഇതാണ് എല്ലാ മനുഷ്യാത്മാവിൻ്റെ ഉള്ളിലുണ്ടാവേണ്ടത്. സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീൽ അവനിയിൽ ആരുമനാദിലീലയത്രേ അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ഈ സമത്വം, പ്രകൃതിയിൽ സമത്വമൊന്നും കാണില്ല, പക്ഷേ സമത്വം അറിയാൻ കഴിഞ്ഞാൽ സുഖം ഭവിക്കും. സമജാതിയായി എല്ലാറ്റിനെയും സമമായി കാണാനും സമമായി അതിനോട് പ്രതികരിക്കാനും കഴിഞ്ഞാൽ നാരായണായ നമ, നാരായണായ നമ, സകല സന്താപനാശന. എന്താ വേണ്ടത്? വേണ്ടത് സന്താപങ്ങൾ നശിക്കണം. ഈ സന്താപം എന്ന് പറയുന്നത് ദുഃഖമാണല്ലോ, അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, പുറത്തല്ല. പുറമേയുള്ളതെല്ലാം കാഴ്ചയായും കേൾവിയായും രുചിയായും സ്പർശമായും ഗന്ധമായും നമ്മെ സന്താപപ്പെടുത്തുന്നു. അങ്ങനെ പുറമേ നിന്ന് വരുന്ന സന്താപങ്ങളെല്ലാം ഉള്ളിൽ കയറ്റി കൂട്ടി ഉള്ളിലിരിക്കുന്ന അനേകായിരം യന്ത്രങ്ങളെ സന്താപപ്പെടുത്തുന്നു. അങ്ങനെ ദുഃഖത്തിൽപ്പെടുത്തുന്നു. ദുഃഖത്തിൽ പെട്ടുപോയാലോ അതിൽ നിന്ന് വിമോചിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ലോകത്തെ കാണുന്നത്. നമുക്ക് അത്തരം പ്രവർത്തനങ്ങളോടൊപ്പം നമുക്ക് സ്വകീയമായി ചെയ്യാവുന്ന ഒന്നാണ് ആത്മോപദേശ ശതക വായന.
ആ വായനയിലൂടെ നാം നേടിയെടുക്കുന്ന ജീവത്തായ സംഗീതം, സുഖത്തിൻ്റെ സംഗീതം എല്ലാവർക്കും ലഭിക്കുവാൻ നാരായണായ നമ, നാരായണായ നമ, സകല സന്താപനാശനായ എന്ന് ആത്മോപദേശതകം വായിക്കുമ്പോൾ പറയുകയല്ലാതെ എൻ്റെ കയ്യിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും അവസാനിപ്പിക്കുന്ന വായനയുടെ വഴിയിലേക്ക് വരാൻ സഹോദരങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് യാത്ര പറഞ്ഞു കൊള്ളട്ടെ. നാളെ വീണ്ടും കാണാം. അതുവരേക്ക് നന്ദി, നന്ദി, നമസ്കാരം. ശുഭം, ശീഘ്രം, ആനന്ദം.